ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനൊക്കെ വേദിയിലുണ്ടായിരുന്നു, അതാരും ചോദിച്ചില്ല. ജനപ്രതിനിധി അല്ലാത്ത മന്ത്രിമാരെല്ലാം വന്ന് പിന്നെ സദസ്സിലിരിക്കുകയായിരുന്നു. അല്ല, മന്ത്രിമാരെല്ലാം സദസ്സിലിരിക്കുകയായിരുന്നു. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ വേദിയിലാണ്. അതിനെ സംബന്ധിച്ചോട് ആരും ഒന്നും ചോദിച്ചില്ല. അല്ല, അവിടുന്നല്ലേ അത് എല്ലാം അവിടുന്ന് ഡൽഹിയിൽ നിന്ന് ക്ലിയർ ചെയ്ത് വരുന്ന പേരുകളാണ്. അങ്ങനെ ക്ഷണിക്കുമോ? ഒരിക്കലും ക്ഷണിക്കില്ല. അദ്ദേഹം ഇപ്പം ജനപ്രതിനിധിയൊന്നും അല്ലല്ലോ. കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ന്യായം വേണമല്ലോ അതിന്. അവിടെ ഗോവിന്ദമാഷ് വന്ന് പിന്നെ സദസ്സിലാണ്ടിരുന്ന് കണ്ടത്, റിയാസ് മന്ത്രി വന്ന് സദസ്സിലാണ്ടിരുന്ന് കണ്ടത് ഞാൻ ടിവിയിൽ കണ്ടതാണ്. അങ്ങനെ മന്ത്രിമാരെല്ലാം അവിടെ വന്നല്ലോ. ഇദ്ദേഹം ഇരുന്നതിൽ എനിക്കൊരു വിരോധമില്ല. അദ്ദേഹം ഒരു അരമണിക്കൂർ ഒന്ന് ഇരുന്ന് വെച്ചിട്ട് വേറെ ഒന്നും സംഭവിക്കാനില്ല. പക്ഷെ ഇരുന്നതിന്റെ ഒരു ഔചിത്യം, അതിന്റെ ഒരു ധിക്കാരം ആരും നമുക്കെതിരെ പറയാനൊന്നുമില്ല എന്നുള്ളതാണ്. ഞാനത് ചെയ്യും എന്നുള്ള ഇന്ത്യ ഗവൺമെന്റ് ഭരിക്കുന്നത് ഞങ്ങളാണ്. അതുകൊണ്ട് അത് ആ ധിക്കാരം അതെന്നെ പിണറായി വിജയന്റെ കൃത്യം കണക്കുകളെല്ലാം കൂടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞല്ലോ. അത് അതിന്റെ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് കാശ് മുടക്കുകയും ഇത് സ്പീഡിൽ പോവുകയും സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്തത്. അത് ശരിയായി. അത് കരാറ് പൂർണ്ണമായി ഒപ്പുവെച്ചില്ലല്ലോ. ചർച്ചയും ഒക്കെ ആയി ഒരു നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നുള്ളൂ. അത് മോദിയുടെ അഭിപ്രായം, നമ്മുടെ അഭിപ്രായം അതല്ലല്ലോ.